ഇപ്പോ ഇന്ന് സത്യം പറഞ്ഞാൽ ചെറിയൊരു വിഷമത്തിലാണുള്ളത്. എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന രാവിലെ എഴുന്നേറ്റാൽ എൻ്റെ ആദ്യത്തെ ദിനചര്യ ആചരിക്കുന്നത് ഞാൻ ദിനചര്യ ഞാൻ തുടങ്ങുന്നത് ഞാൻ പറയാറുണ്ട്. നേരത്തെ ആദ്യകാലങ്ങളിലൊക്കെ ഒരു കട്ടൻ ചായ അല്ലെ കട്ടൻ കാപ്പി ആയിരുന്നെങ്കിൽ പിന്നെ ഞാനതൊക്കെ മാറ്റി നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം കാശ്മീരി കവ എന്ന് പറയുന്നൊരു ഗ്രീൻ ടീ ആണ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറ് രാവിലെ. പക്ഷെ ഇന്നലെയും ഇന്നും എൻ്റെ കയ്യിലില്ല. സത്യം പറഞ്ഞാൽ ഫ്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഒരു സുഖം കിട്ടാത്ത പോലെ ഉണ്ട്. അത് ഒരു ശീലമാണ് സത്യം പറഞ്ഞപ്പോ. കാരണം കാശ്മീരി കവ നമ്മളെ മൈൻഡിനെ അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക തലച്ചോറിനെ ഉദ്ദീപിപ്പിക്കാനും നമുക്ക് നല്ല ഫ്രഷ് മൈൻഡ് തരാനും അതേപോലെ തന്നെ നമുക്ക് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനും അങ്ങനെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. സത്യം പറഞ്ഞാൽ അതിന്റെ ചെറിയൊരു വിഷമമുണ്ട് എനിക്ക്. സാധനം എത്തിയിട്ടുണ്ട്. ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത കൂട്ടത്തിൽ ഒരു 4 ഇന്ന് അത് നമ്മളെ കൊറിയർ സർവീസ് എത്തിയിട്ടുണ്ട്. അപ്പോ എന്നാലും ഇപ്പൊ ഇല്ല, ഈ ഒരു വിഷമമുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം കാശ്മീരി കവ ഞാൻ നേരത്തെ എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. രാവിലെ ഒരു കട്ടൻ കിട്ടിയാൽ സംഗതി ക്ലിയർ ആയി. അപ്പോ എന്തുകൊണ്ട് ഞാൻ കാശ്മീരി കവ ഉപയോഗിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണമുണ്ട് അതിന്. പൊതുവെ നമ്മൾ പറയും ആന്റി ഓക്സിഡന്റ് ആയിട്ട് 95 ബെസ്റ്റ് സാധനം എന്ന് പറയും. എന്നാൽ ഈ 95 ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനും ബെസ്റ്റാണ്. സാധാരണ നമ്മളെ കുറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ പുതിയതായി വരുന്ന ആളുകളെ സംബന്ധിച്ചോളം നമ്മൾ പറയും നല്ല ആന്റി ഓക്സിഡന്റ് ആണ് 95 കച്ചവടം കുറക്കാനല്ല പറഞ്ഞത് കേട്ടോ. അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഇതിനെക്കൂടെ ഒരുപാട് ഗുണമുണ്ട്. അതിനകത്തും ഒരു ആന്റി ഓക്സിഡന്റ് ഫ്രൂട്ട് ഉണ്ട്, മോങ് ഫ്രൂട്ട് എന്ന് പറഞ്ഞ ചൈനയിൽ ഉണ്ടാകുന്ന ഒരുതരം ഫ്രൂട്ടാണ് മോങ് ഫ്രൂട്ട്. അതിൻ്റെ ഒരു പ്രത്യേകത സാധാരണ പഞ്ചസാരയുടെ മധുരത്തിന്റെ 100 ഇരട്ടി മധുരം ആ മോങ് ഫ്രൂട്ടിന് പ്രദാനം ചെയ്യാൻ കഴിയും. ചൈനയിലെ ലുയോങ് ഹാങ് ഗോ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം പഴമാണ് അത്. ഓൾ യൂണിവേഴ്സ് മാർക്കറ്റിൽ അത് വലിയ ഡിമാൻഡ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. പക്ഷെ വളരെ ചെറിയ അളവിൽ മാത്രമേ അത് ഉൽപാദനമുള്ളൂ. ഒരു ചെറിയ ഏരിയയിലാണ് ഉൽപാദനം. അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് വാല്യൂ ഉണ്ട്. ആ മോങ് ഫ്രൂട്ടാണ് നമ്മുടെ കാശ്മീരി കവയിൽ ഉപയോഗിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഏത് ഷുഗർ പേഷ്യന്റിനും കഴിക്കാം. മധുരം ഉണ്ടാവും, പക്ഷെ അത് ശരീരത്തിന്റെ കലോറി തരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഗുണം. അപ്പൊ ആ സാധനം ഇന്ന് കഴിക്കാതെയാണ് തുടങ്ങുന്നത്. എന്തായാലും കുഴപ്പമില്ല. ഇന്ന് ഞാൻ പ്രധാനമായും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റുകളുടെ റിസൾട്ട് കിട്ടിയ ആളുകളുടെ റിവ്യൂ ആണ് നമുക്ക് ഏറ്റവും പ്രധാനം. ആ റിവ്യൂ കൊണ്ട് നമുക്ക് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഇപ്പോ ജസ്റ്റ് ഞാനൊരു എന്താ പറയാ ഒരു മുഖവര മാത്രം ഇട്ട് പോകാം. ഇത് കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിൽ പൊതുവെ മലയാളികളുടെ ഒരു ശ്രദ്ധ നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്ന ഒരു മാസം കൂടെയാണ്. നമ്മുടെ ആരോഗ്യ മേഖലയിലുള്ള അല്ലെങ്കിൽ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ പ്രതിപാദിക്കുന്നതെങ്കിൽ ഇത് ഏറ്റവും നന്നായി പ്രതിപാദിക്കാനും ഉപയോഗിക്കാനും ആളുകളിലേക്ക് എത്തിക്കാനും പറ്റിയൊരു മാസവും കൂടെയാണ് പഞ്ഞമാസം എന്നറിയപ്പെടുന്ന കർക്കിടക മാസം. പണ്ട് കൃഷിയെ ആശ്രയിച്ച് കഴിഞ്ഞ ആളുകൾ ഇന്ന് കൃഷിയല്ല, വ്യവസായങ്ങളും ബിസിനസ്സുകളൊക്കെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ഞം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അത്ര പ്രായോഗിക തലത്തിലുള്ളതല്ല. അതെല്ലാ സമയവും ഏകദേശം ഒരുപോലെയാണ് നമ്മളെ മലയാളികളെ സംബന്ധിച്ചോളം. അപ്പോ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഇന്ന് ആവശ്യം കർക്കിടക മാസത്തിൽ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ളതാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടത്? അതിന് നമുക്കറിയാം, ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും നമ്മളെ ശരീരത്തിൽ കിട്ടേണ്ട പോഷകങ്ങൾ അത് കിട്ടുക എന്നുള്ളതാണ്. അത് ആളുകൾ ഇപ്പോൾ സപ്ലൈ ചെയ്യുന്ന തിരക്കിലാണ്. പല വീടുകളിലും നേരത്തെ ഇതിനെ പറ്റിയൊക്കെ ആയുർവേദമായിട്ട് അല്പം ബന്ധമുള്ള പല വീടുകളിലും സ്ത്രീകളൊക്കെ ഇപ്പോൾ കർക്കിടക മാസത്തിലുണ്ടാകുന്ന മരുന്നുകൾ സ്വയമേവ ഉണ്ടാക്കി ആ ചുറ്റുപാടുള്ള വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സമയം കൂടെയാണ്. പലരും പല ഭാഗത്തുനിന്നും സ്ത്രീകൾ അവരുടെ വീട്ടിൽ മരുന്ന് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൊക്കെ നീങ്ങിയിട്ടുണ്ട്. മരുന്ന് എന്ന് ഉദ്ദേശിക്കുന്നത് വെൽനസ് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയും പോലെ
അവർക്ക് ഇപ്പം പറയുന്ന മരുന്നല്ല, അത് വെൽനസ് എന്ന് അവർക്കും അറിയാം, ആ ചുറ്റുവിട്ട ആളുകൾക്കും അറിയാം. ഇത് വെൽനസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം ഇനി വരുന്ന ഒരു കർക്കിടകം കഴിഞ്ഞാൽ ചിങ്ങം മുതൽ അങ്ങോട്ട് വരുന്ന 11 മാസം ആരോഗ്യത്തെ നല്ല രീതിയിൽ നിലനിർത്തുക, ശരീരത്തിൽ അസുഖങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധ ശേഷി ഉണ്ടാക്കുക. അതിനാണ് ഈ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന വെൽനസ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള മരുന്ന് എന്ന് പറഞ്ഞ് തറിമരുന്ന് കടയിൽ നിന്ന് ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അതൊക്കെ നന്നായി ഇടിച്ചും അരച്ചും ഒക്കെ ഏതൊക്കെ രീതിയിലാണ് അവർക്ക് ചെയ്യാൻ കഴിയുക അതൊക്കെ അവർ ചെയ്ത് നല്ല മരുന്നുണ്ടാക്കി എല്ലാ വീടുകളിലും സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോ അവിടെ നമുക്കുള്ള റോൾ എന്താണ്? നമുക്കുള്ള റോൾ എന്ന് പറയുന്നത്, ഈ പറയുന്ന ആളുകളൊക്കെ മരുന്ന് നിർമ്മിക്കാൻ വേണ്ടി അതിന്റെ ഇൻഗ്രീഡിയൻസ്, ചേരുവകൾ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എവിടുന്ന് കളക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള തറിമരുന്ന് കട അല്ലെങ്കിൽ അങ്ങാടി വൈദ്യം എന്ന് പറയുന്ന തരത്തിൽ തറിമരുന്ന് കടയിൽ നിന്ന് കിട്ടുന്ന ചേരുവകളാണ് വാങ്ങിക്കൊണ്ടുവന്ന് അവര് മരുന്നുണ്ടാക്കുന്നത്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഈ മരുന്ന് നിർമ്മിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചോളം, സ്ത്രീകളാണ് കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ സ്ത്രീകൾ എന്ന് പറഞ്ഞത്, പുരുഷന്മാരും ചിലരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ പറയുന്ന മരുന്ന് നിർമ്മിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുരുഷന്മാർ ഇല്ലാതെ അല്ല, സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ എൻ്റെ നാട്ടിലൊക്കെ കണ്ടുവരുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇവർക്ക് ആവശ്യമുള്ള ചേരുവകൾ നല്ലൊരു ലിസ്റ്റ് ആക്കി അവിടെയുള്ള ഏറ്റവും അടുത്തുള്ള തറിമരുന്ന് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു വലിയ കിറ്റാക്കി എടുത്തു കൊടുക്കും. ഇതാണ് അവർ വീട്ടിൽ കൊണ്ടുപോയി അത് വൃത്തിയാക്കി ക്ലീൻ ആക്കി അത് നമുക്ക് മരുന്നായി തരുന്നത്. ഒരു കാര്യം നമുക്കൊക്കെ മനസ്സിലാവും, ഈ പറയുന്ന ഈ മരുന്ന് നിർമ്മിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചോളം ഇവർക്ക് ഇതിന്റെ പേര് കൊണ്ട് ഇന്നതാണെന്ന് ഏകദേശം അറിയാം എന്നല്ലാതെ ആ ചേരുവ 100% ശുദ്ധമാണോ അത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ ഇവർക്ക് കഴിയാറില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ ജസ്റ്റ് പറയാറുള്ളത് കുറുന്തോട്ടിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം കൂടുതൽ ആളുകളും പറിച്ചു കൊണ്ടുപോകുന്ന സാധനം കുറുന്തോട്ടിയാണ്. ആ കുറുന്തോട്ടിക്ക് പകരം അതിനെ ഏകദേശം അതിൻ്റെയൊക്കെ ഉള്ള, നമ്മളെന്താ പറയാ, മനുഷ്യനും കുരങ്ങനും തമ്മിൽ വ്യത്യാസം വർഗം ഒന്നാന്ന് പറയുന്നുണ്ടെങ്കിലും രണ്ടും രണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ കുറുന്തോട്ടിക്ക് പകരം ആനക്കുറുന്തോട്ടിയാണ് ഉപയോഗിക്കുന്നുള്ളതെങ്കിൽ റിസൾട്ട് സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള കുറവുണ്ടാവും. ആനക്കുറുന്തോട്ടി മോശമല്ല, അതും ഔഷധ വീര്യമുള്ളത് തന്നെയാണ്. എങ്കിലും കുറുന്തോട്ടിയുടെ ഒരു ഔഷധ മൂല്യം അതിന് കിട്ടാറില്ല. ഇനി നെല്ലിക്ക ആണെങ്കിലും നമുക്കറിയാം, വനനെല്ലിക്കയുണ്ട്, സാധാരണ നെല്ലിക്കയുണ്ട്. സാധാരണ നെല്ലിക്കക്ക്, നമ്മൾ സാധാരണ മാർക്കറ്റിൽ കാണുന്ന നെല്ലിക്കക്ക് ഒരിക്കലും വനനെല്ലിക്കയുടെ ഒരു ഗുണം അതിനുണ്ടാവില്ല. എന്ന് വെച്ച് അത് ഗുണമില്ലാത്തതല്ല, ഒരിക്കലും ഗുണമില്ലെന്ന് ഞാൻ പറയില്ല. അപ്പോ നാട്ടുവൈദ്യത്തിൽ ഉണ്ടാക്കുന്ന മരുന്ന്, നമ്മുടെ കവചപ്രാശ്, ഞാൻ പറയുന്നത് നേരെ കവചപ്രാശിനേക്കാൾ 40ഓളം ചേരുവകൾ അടങ്ങിയിട്ടുള്ള, ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പോഷകങ്ങളും ലഭിക്കുന്ന കവചപ്രാശ് എന്ന് പറയുന്ന ലേഹം, അതിലടങ്ങിയിട്ടുള്ള കണ്ടന്റുകൾ, അതിന്റെ ക്വാളിറ്റി, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഏതെങ്കിലും മരുന്നുകൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിനു പോലും ഇല്ല എന്ന് ഞാൻ 100% ഉറപ്പിച്ചു പറയും. അപ്പോ 40 ചേരുവകൾ, അതിൽ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള എല്ലാ തരത്തിലുള്ള നല്ല ഉൽപ്പന്നങ്ങൾ, വനനെല്ലിക്ക, കുങ്കുമപ്പൂവ് ചേർത്തുകൊണ്ട് നാട്ടിൽ ഏതെങ്കിലും ഒരു നാട്ടുവൈദ്യത്തിൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കുങ്കുമപ്പൂവ് നല്ല റേറ്റ് ഉള്ളതാണ്. അതേപോലെ തന്നെ അശ്വഗന്ധ, ക്യാൻസറിനെ പോലും പ്രിവെന്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള അശ്വഗന്ധ ഇത് ചേർക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള മരുന്നിനേക്കാൾ എത്രയോ ഇരട്ടി മൂല്യമുള്ള മരുന്ന് നമ്മുടെ കയ്യിൽ, നമ്മൾ നിർമ്മിക്കേണ്ട, നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ്. അതാണ് കവചപ്രാശ്. ഇത് എത്ര ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, എത്ര വീടുകളിലേക്ക് നമ്മൾക്ക് ഓൾറെഡി പാക്കഡ് ആയിട്ടുള്ള സാധനം കിട്ടിയിട്ട് എത്ര വീടുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. പൊതുവെ കേരളത്തിലുള്ള എല്ലാ വീടുകളിലും, വളരെ ചുരുങ്ങിയ വീടുകൾ ഒഴികെ എല്ലാ വീടുകളിലും ഇന്ന് ആളുകൾ ഉപയോഗിക്കുന്നത് കർക്കിടക മാസത്തെ മരുന്നിന്റെ സമയമായിട്ടാണ്. അവിടെയൊക്കെ നമ്മുടെ കവചപ്രാശ് എത്തിയിട്ടുണ്ടോ? ഇത് നമ്മൾ നോക്കണം, ഒന്ന് ശ്രദ്ധിക്കണം. കവചപ്രാശ് എത്തിക്കഴിഞ്ഞാൽ അത് എല്ലാ വീടുകളിലും ഉപയോഗിക്കാനും അത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ശീലത്തിലേക്ക് അവരെ മാറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ ഇന്ന് ഊണ് പോലെ മുളച്ചു വരുന്ന
ഹോസ്പിറ്റലുകൾ ശൃംഖല നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്, അതിലേക്ക് ആളുകളെ ചൂഷണം ചെയ്യുന്ന ലെവലിലേക്കുള്ള ആ വളർച്ചയെ വേണമെങ്കിൽ നമുക്ക് തടയാം. അത് തടയാൻ വേണ്ടി പറഞ്ഞതല്ല. ഇനിയിപ്പോ അതിന്റെ ആളുകളുണ്ടെങ്കിൽ നീ അതിന് വന്നാണോ എന്ന് ചോദിക്കണ്ട. കാരണം ആരോഗ്യം ക്ഷയിക്കുന്ന സമയത്താണ് നമ്മൾ ആശ്രയിക്കുന്നത് ഇവിടെ ഹോസ്പിറ്റലുകളെ. ആരോഗ്യമുള്ള സമയത്ത് ഒരിക്കലും എന്തിന്റെ ആവശ്യമില്ല, ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ആരെങ്കിലും നല്ല ആരോഗ്യമുണ്ട്, ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ വെറുതെ ഹോസ്പിറ്റലിൽ പോവോ? അത് പോകേണ്ട ആവശ്യമില്ല. ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ് നമ്മൾ എവിടെ ആശ്രയിക്കുന്നത്? ഹോസ്പിറ്റലുകളെ ആശ്രയിക്കുന്നത്. ആ ആശ്രയത്വം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ, കുറക്കാൻ നമ്മുടെ വെൽനസ് പ്രൊഡക്റ്റുകൾക്ക് കഴിയും. അതിലേറ്റവും നല്ല വെൽനസ് പ്രൊഡക്റ്റാണ് നമ്മുടെ കവചപ്രാഷ്. എത്ര ആളുകൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് എനിക്കറിയില്ല. ഏതായാലും നമ്മുടെ ടീമിലൊക്കെ ഇപ്പോൾ സ്റ്റോറിൽ ഇല്ലാത്ത സമയത്തും ഞാൻ ഓൺലൈനിൽ ഇന്ത്യ ഷോപ്പിൽ ത്രൂ ഓർഡർ ചെയ്തിട്ട്, ഒരു ഓർഡറിൽ എനിക്ക് 4 കിട്ടുന്നുള്ളൂ, എന്തായാലും കുഴപ്പമില്ല, അങ്ങനെ ഓർഡർ ചെയ്തിട്ടാണ് എൻ്റെ ടീമിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ സ്റ്റോറിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് എൻ്റെ റിപ്പോർട്ട്. അപ്പോൾ ഇത്രയും നല്ല പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി പൊതുവെ പണ്ട് കാലങ്ങളിലൊക്കെ ഉള്ള ഒരു ശീലമാണ്, ഇപ്പൊ അത് പൊതുവേ കുറവാണ്. ഇത് ആരോഗ്യത്തിന് അകത്തേക്ക് കഴിക്കാനുള്ളതാണ് പറഞ്ഞതെങ്കിൽ ആരോഗ്യത്തെ പുറമേയും സംരക്ഷിക്കേണ്ട സമയം കൂടെയാണിത്. പുറമേ നിന്നും നമ്മുടെ സ്കിന്നിനൊക്കെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ, പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല സംവിധാനമാണ് തേച്ച് കുളി എന്ന് പറയുന്നത്. പണ്ട് കാലത്തൊക്കെ കർക്കിടക മാസം കഴിഞ്ഞ് എല്ലാവരും തേച്ച് കുളി ആൾക്കാരായിരിക്കും. നല്ല തൈലമൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് തേച്ചു കുളിക്കും. അതിന് സുശ്രുത സംഹിതയിൽ പറയുന്നു, അഭ്യംഗമാചരേ നിത്യം സ ജരാശ്രമ വാദ. അഭ്യംഗമാചരേ നിത്യം സ ജരാശ്രമ വാദ ദൃഷ്ടി പ്രസാദ പുഷ്ടി ആയു. ഇതെല്ലാം സ്പ്ലിറ്റ് ആക്കി പറയുന്ന ആയു, സ്വപ്ന സുത്വ ദർദ്യ. ഇത്ര പറഞ്ഞാൽ അതിന്റെ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതില് കൃത്യമായി പറയുന്നു, അഭ്യംഗം എന്ന് പറയുന്നത് തേച്ചുകുളി തന്നെ. ആചരേ നിത്യം, എല്ലാ ദിവസവും ആചരിക്കുന്നത് നമുക്ക് എന്തു തരുമെന്നാണ് പറയുന്നത്? ജര എന്ന് പറഞ്ഞാൽ നര, അതായത് പ്രായത്തെ ചെറുക്കാൻ സഹായിക്കുന്നു. എല്ലാ ദിവസവും ശരീരത്തിൽ എണ്ണ തേച്ച് അഭ്യം കുളിക്കുന്നത് ഒന്ന് സഹായിക്കുന്നത് വാർദ്ധക്യത്തിന്റെ ദോഷങ്ങൾ കുറക്കുന്നു എന്നുള്ളതാണ്. ജരാനരകൾ ബാധിക്കുക എന്ന് പറഞ്ഞാൽ പ്രായത്തിന്റെ ചുളിവുകളും നരയും. അതെപ്പോഴാണ് വരിക? ശരീരത്തിൽ ചുളിവുകളും നരയൊക്കെ വരുന്നത് പ്രായമാകുന്ന സമയത്താണ്. അപ്പൊ ആ പ്രായത്തിന്റെ ദോഷമായിട്ടുള്ള സ്കിന്നിലുള്ള ചുളിവുകളും നരയെയും ഒഴിവാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പിന്നെ പറയുന്നു വാത എന്ന് പറഞ്ഞാൽ നമ്മുടെ വാതദോഷം എന്നൊക്കെയാണ്, ശ്വസന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നു, ക്ഷീണം അകറ്റുന്നു, അതുപോലെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. തലയിലൊക്കെ എണ്ണ, അത് എവിടെ തേച്ചാലാ കാഴ്ച ശക്തി? തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് നല്ലതാണെന്ന് പറയും. അപ്പൊ നമുക്ക് ഇതിനകത്ത് തലയിൽ തേക്കാൻ പറ്റുമോ? പറ്റും. അടിതൊട്ട് മുടി വരെ, നമ്മളെ കാൽപാദത്തിന്റെ അടിഭാഗം മുതൽ മുടി ഉച്ചിയിൽ വരെ തേച്ച് കുളിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ത്? ചാമ്പ്യൻ തൈലം. അത് എപ്പോഴെങ്കിലും ഒരു 2 മണിക്കൂർ നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്ത ആളുകൾ ഒന്ന് ഉപയോഗിക്കുക. ഏതെങ്കിലും ഒരു ദിവസം എഴുന്നേറ്റ് ഒരു 2 മണിക്കൂർ തേച്ചിടുക, ഇത് ഫുള്ള് അടിതൊട്ട് മുടി വരെ. എന്നിട്ട് നിങ്ങൾ ഇളം ചൂടുവെള്ളത്തിൽ കുളിച്ചു നോക്ക്. കുളിക്കണം എന്നില്ല, ഇത് തേച്ചിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നല്ലൊരു എഫക്റ്റ് കിട്ടും, നല്ലൊരു ഉന്മേഷം കിട്ടും. അപ്പോ അതിന് ഏറ്റവും നന്നായി സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ സ്കിന്നിന് വേണ്ടുന്ന പോഷണങ്ങൾ, സ്കിന്നിൽ നമുക്കറിയാം മൾട്ടി വൈറ്റമിൻസും ഒക്കെ, നമുക്ക് മിനറൽസും ഒക്കെ സ്കിന്നിൽ കൂടെ ആഗിരണം ചെയ്യേണ്ടതുണ്ട്. അവിടെ നമ്മളെ നന്നായി സഹായിക്കും, സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇത് സഹായിക്കും. അതുപോലെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കും. ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാനുള്ള കാരണം ഇത് നന്നായി മൈക്രോ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും നന്നായി മൈക്രോ സർക്കുലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും നമ്മൾ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കും. അത് മാത്രമല്ല കാരണം നല്ല ഉറക്ക് കിട്ടും. നന്നായി ഉറങ്ങാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് കിട്ടും? നന്നായി ഉറക്കുന്ന ആളുകൾക്ക് ടെൻഷൻ പൊതുവെ ഉണ്ടാവില്ല. നല്ല ഉറക്ക് കിട്ടുന്ന ആളുകൾക്ക് ലിവർ ഫംഗ്ഷൻ ഒരു പ്രശ്നവും ഉണ്ടാവില്ല.
അല്ലാണ്ട് ഇത് എണ്ണ നേരെ ലിവറിലേക്ക് കയറിപ്പോയതുകൊണ്ടല്ല. നന്നായി ഉറങ്ങുന്ന ആളുകൾക്ക് അവരുടെ ലിവർ ഫംഗ്ഷൻ പെർഫെക്റ്റ് ആയിരിക്കും. ശരീരത്തിൽ ലിവർ ഫംഗ്ഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും അത് ബാധിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ അവയവങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യാൻ നല്ല ഉറക്ക് സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് ചാമ്പി തൈലം തേച്ച് കുളിച്ചാൽ നല്ല ഉറക്ക് കിട്ടും. അതുപോലെ നമ്മൾ ഫൈറ്റ് സ്ട്രെസ് കഴിക്കുന്നത് നല്ല ചെയ്യും. ചർമ്മത്തെ ആരോഗ്യകരമായി നിലനിർത്താൻ, അതായത് സ്കിന്നിനെ നന്നായി പ്രൊട്ടക്ട് ചെയ്യാൻ ഇത് സഹായിക്കും. അപ്പോ എല്ലാ ദിവസവും തേച്ച് കുളിക്കുന്ന ഒരു സമയം കൂടെയാണിത്. എല്ലാ ദിവസവും ഇല്ലെങ്കിലും ഒരാഴ്ചക്ക് 2-3 പ്രാവശ്യമെങ്കിലും തേച്ച് കുളിക്കാൻ ബെസ്റ്റ് പ്രൊഡക്റ്റാ ചാമ്പി തൈലം. അപ്പോ ഇതിന്റെയൊക്കെ ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതിൽ ഇത് ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ആർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് ഇതുകൂടെ ഒന്ന് അറിയണം. ഏറ്റവും നല്ലത്, ഇതിന് ഇന്ന ഗുണങ്ങൾ ഉണ്ടെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കുറച്ചുകൂടെ ആരൊക്കെ ഉപയോഗിച്ച് എനിക്ക് എന്ത് റിസൾട്ട് കിട്ടി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒരു ട്രെയിനിങ് അല്ല, അതിൽ റിവ്യൂ ആണ് ഏറ്റവും പ്രധാനം. അത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാൻ കഴിഞ്ഞു, അത് ഉപയോഗിച്ചുകൊണ്ട് എനിക്കുണ്ടായ നേട്ടം എന്താണ്, ഇതാണ് നമ്മുടെ മാർക്കറ്റിങ്ങിന് ഏറ്റവും പ്രധാനം. ഡയറക്റ്റ് മാർക്കറ്റിങ്ങിന് ഇതിന്റെ അറിവിനേക്കാൾ കൂടുതൽ, നമ്മൾ പൊതുവെ പറയും അറിവിനേക്കാൾ കൂടുതൽ തിരിച്ചറിവാണ് വേണ്ടതെന്ന് പറയും. അറിവില്ലാത്ത ആളുകളൊന്നും അല്ല മലയാളികൾ, പക്ഷെ തിരിച്ചറിവ് പൊതുവേ കുറവാണ്. നിങ്ങൾ ഏതെങ്കിലും ആളുകളോട് നമ്മൾ ബിസിനസ് സംസാരിച്ചു നോക്കൂ, അവര് ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഒരു അറിവൊക്കെ അവർക്ക് ഉണ്ടാവും, പക്ഷേ ഒരു കൃത്യമായ തിരിച്ചറിവ് ഉണ്ടാകുന്നത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സമയത്താണ്, നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ്. നമ്മളെ കൂട്ടത്തിൽ കുറെ ആളുകൾ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയത് സ്റ്റേജിൽ വന്ന് പറയുന്ന സമയത്തും അവരുടെ ജീവിതത്തിലെ നിലവാരം മാറുന്നതും കണ്ടാണ് ആളുകൾ ഒന്നുകൂടെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ബെല്ല് സാർ എത്രയോ നന്നായി ട്രെയിനിങ് എടുക്കും, പക്ഷെ അതിനേക്കാൾ നല്ല മികച്ച റിസൾട്ട് ഉണ്ടാക്കുന്നത് സാധാരണക്കാരനായ ഒരു ഉസ്താദ്, ഉമർ ഉസ്താദ് ഇന്ന് അസാധാരണമായ നേട്ടം ഉണ്ടാക്കുന്നത് കാണിച്ചു കൊടുക്കുന്ന സമയത്താണ്. അതുപോലെ നമ്മൾ കവചപ്രാശ് ഏറ്റവും നല്ലതാണെന്ന് പറയും, പക്ഷെ അതിനേക്കാൾ നല്ലത് കവചപ്രാശ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആള്, എനിക്ക് ഇന്നേ പ്രശ്നം ഉണ്ടായിരുന്നു, ശ്വാസം മുട്ടുണ്ടായിരുന്നു, അലർജി ഉണ്ടായിരുന്നു, ആസ്മ ഉണ്ടായിരുന്നു, എനിക്കതൊക്കെ മാറി, ഇന്ന് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നു. ഇത് പറയുന്നത് വിശ്വസിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആസ്മയും അലർജിയും കണ്ട് ശീലമുള്ള ഒരാളാണ് ഇത് അവരുടെ മുമ്പിൽ നിന്നാണ് ഇത് പറയുന്നതെങ്കിൽ അവർക്ക് ഉറപ്പാണ് ഇത് ബെസ്റ്റ് സാധനമാണ്. നാട്ടുകാർക്ക് അറിയാലോ, അല്ലെ അയൽവക്കക്കാർക്ക് അറിയാം. അപ്പോ ഈ അറിവ് പകരുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ വളർച്ചയും മാർക്കറ്റിങ്ങിന്റെ വളർച്ചയും ഒക്കെ നടക്കുന്നത്. ഇവിടെ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ കമ്പനിയിൽ നമ്മളൊക്കെ ദൈവഭാഗ്യം കൊണ്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ ബിസിനസ്സിൽ നമുക്ക് നേട്ടാണ്ടാക്കാൻ കഴിയില്ല. ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് അനുഭവങ്ങളുടെ വെളിച്ചമാണ്, അനുഭവങ്ങളുടെ സമ്പത്താണ്. ആ അനുഭവങ്ങളുടെ സമ്പത്ത് ഷെയർ ചെയ്യാൻ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ ആളുകളെയും ഞാൻ ആർദ്രമായി ക്ഷണിക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഇന്ന് സംസാരിക്കുന്നില്ല. എനിക്ക് ഇന്ന് വേണ്ടത് എൻ്റെ എന്താ പറയാ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കലല്ല, അതിനേക്കാൾ ഉപരി നിങ്ങളുടെ തിരിച്ചറിവ് എനിക്ക് ഇങ്ങോട്ട് കിട്ടലാണ്. അതുകൊണ്ട് ഇതിൽ അനീർ സാറേ, നിങ്ങൾ ഇതിൽ നമ്മളെ കവചപ്രാശും, ഇനി അല്ലാത്ത പ്രൊഡക്റ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല, കവചപ്രാശ്, ചാമ്പി തൈലം, അങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ, ഇനി അല്ലാത്ത വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ആയാലും അതിന്റെ എസ്പെഷ്യലി ഇന്ന് കൂടുതൽ സംസാരിക്കേണ്ടത് ഇന്ന് കവചപ്രാശ് ആയിരിക്കണം. ബാക്കിയൊന്നും പറയുന്ന വിഷയം ഉണ്ടായിട്ടല്ല. കവചപ്രാശ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. അവരൊക്കെ നമ്മൾ വിളിച്ച് അനീഷ് സാറേ, സാറിന്റെ ഉത്തരവാദിത്വം ഇന്നത്തത്. മറ്റൊരു ദിവസം നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ ട്രെയിനിങ് ആയിട്ട് തന്നെ പിന്നെ വിശദമായിട്ട് നമുക്ക് അത് ചർച്ച ചെയ്യാം. ഞാൻ ഉണ്ടായിരുന്നുണ്ട്. സാറിനെ ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം. ഓക്കെ സാറേ, ഗുഡ് മോർണിംഗ്. ഞാൻ എന്റെ പെങ്ങൾക്ക് മഞ്ചേരിയാണ് ആളുടെ വീട്. അപ്പോ കുറെ കാലമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആസ്മ, ഇങ്ങനെ ചുമക്കല് ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വീട്ടിൽ വന്നവർക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഒന്ന് ഉപയോഗിച്ച് നോക്കുക പറഞ്ഞു. പെങ്ങള് പറഞ്ഞത് എന്താ വെച്ചാൽ എന്റെ ഈ സാധനമൊക്കെ ഞങ്ങളെങ്ങനെ ഉപയോഗിക്കുക, എന്ത് വിശ്വസിച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുക, അതൊക്കെ അകത്തേക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഒരു ഡോക്ടറും ഇല്ലാതെ ഇത് എങ്ങനെ കഴിക്കാമെന്ന് ചോദിച്ചു. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു കഴിച്ചു നോക്ക്, ഒന്ന് കഴിച്ചിട്ട് നോക്ക് വിവരം അറിഞ്ഞിട്ട്. ഞാൻ ഇവിടെ ഒരാഴ്ച വന്ന് നിന്നു. അവിടെ അവരുടെ വീട്ടിൽ പെയിന്റ് അടിയും കുറച്ച് വർക്കൊക്കെ കാരണം അവിടെ നിൽക്കാൻ വയ്യാണ്ട് ഇങ്ങോട്ട് വന്നതാ. അപ്പൊ ഒരാഴ്ച കഴിച്ചു നോക്കിയപ്പോൾ കുറച്ച് സമാനം കിട്ടി. അപ്പൊ പറഞ്ഞു ഇത് ഒരു കാര്യം കൂടി, ഇത് കൂടെ നമ്മളെ
മറ്റേ ആയുശ്വാസം കൂടി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് കൂട്ടി കുറച്ച് കൊടുത്തു. അപ്പൊ നല്ല മാറ്റം കണ്ടേക്ക് പോകുമ്പോൾ അത് കൊണ്ടുപോയി, ബാക്കിയുള്ളത് തിരിച്ചു കൊണ്ടുപോയി. ഇപ്പൊ കഴിഞ്ഞ മാസം വന്നപ്പോ അതൊക്കെ വേണമെന്ന് പറഞ്ഞ് അതിന്റെ കൂടെ കഫ് സിറപ്പ് ഇങ്ങനെ 4,000 ഉറുപ്പിയുടെ സാധനം കൊണ്ടാണ് എന്റെ പെങ്ങള് പോയി. അപ്പൊ അതിന്റെ മാറ്റം ആദ്യം വിശ്വസിച്ചില്ല, പിന്നെ കഴിച്ചു തുടങ്ങിയപ്പോ അതിന്റെ ഒരു ഉപയോഗം കണ്ടപ്പോ വിശ്വാസമായി. ഇപ്പൊ വരുമ്പോ കൊണ്ടുപോകാൻ തുടങ്ങി. അതിനാണ് നല്ലൊരു റിസൾട്ട്. ടൈമിലാണ് ഇപ്പൊ കുറച്ച് ആരോഗ്യ പ്രശ്നം ഉണ്ട്, എന്നാലും 2 മാസം എന്ന് പറയുന്നത് 2 കൊല്ലം ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങൾക്ക് എന്റെ അമ്മേനെ. അതൊക്കെ നല്ല പ്രൊഡക്റ്റിന് സൂപ്പർ പ്രൊഡക്റ്റുകളാണ്. അത്രേ ഉള്ളൂ പറയാൻ. ഗുഡ് മോർണിംഗ് ആൾ. Good രാജസ്പ്രാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ബിസിനസ്സിലേക്ക് വന്നത്. എനിക്ക് അലർജിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോ കവചപ്രാശ് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടി. അങ്ങനെയാണ് ഞാൻ ബിസിനസ്സിലേക്ക് വന്നത്. പിന്നെ കവചപ്രാശ് ഞാൻ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഈ സാറ് പറഞ്ഞതുപോലെ ഒരു കർക്കിടക ഉൽപ്പന്നമായിട്ട് കവചപ്രാശവും ചാമ്പിത്തൈലവും അന്നേരം ഞാൻ ഒരു വ്യക്തിക്ക് കൊടുത്തത്. പിന്നെ അതിനൊക്കെ ഉപരി എനിക്ക് ഒത്തിരി സന്തോഷം പകർന്ന ഒരു കാര്യമാണ്. പ്രായമുള്ള ഒരു അമ്മയും അച്ഛനും മാത്രമുള്ള വീട്, കുട്ടികളൊക്കെ ഉണ്ട്, ഓരൊക്കെ പുറത്ത് ജോലിയില്ല. അവർക്കൊന്നും പ്രയാസങ്ങൾ. അതിന്റെ എല്ലാ പ്രൊഡക്റ്റും ഉപയോഗിക്കുന്നത്, പേസ്റ്റ്, സോപ്പ് എല്ലാം ഇരുന്നാ വാങ്ങുന്നത്. അപ്പൊ എന്നും സോഡിയം കൂടുക, പിന്നെ അല്ലെങ്കിൽ പൊട്ടാസ്യം കുറയുക, ഈ ഒരു പ്രശ്നം ഇവർക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു ഇപ്പോഴും. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കവചപ്രാശം ഒന്ന് ഉപയോഗിച്ച് നോക്കൂന്ന് പറഞ്ഞു. ഒന്നൊരു ബോട്ടിൽ ഉപയോഗിച്ചപ്പോ വയറ്റിന്ന് പോവാനും ബുദ്ധിമുട്ടാന്ന് അത് കൊടുത്ത്. പിന്നെ അത് കഴിഞ്ഞ പറഞ്ഞ് ഒന്നും കൂടി വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും കൂടി കൊടുത്ത്. അതും തീർന്നേരം പിന്നെ ഞാൻ 3ാമത്തെ ബോട്ടിലും കൊടുത്ത്. അപ്പൊ 3ാമത്തെ ബോട്ടിലും കഴിച്ചതിന് ശേഷം അവർക്ക് ഹോസ്പിറ്റൽ കേസ് കുറവാ. നല്ല റിസൾട്ട് ആക്കാത്ത പ്രാവശ്യം. അങ്ങനെ പ്രായമുള്ള ആളുകൾ, പക്ഷെ എല്ലാവരും വാങ്ങി കഴിക്കാൻ എന്താ മടിക്കൂ. ഈ പിന്നെ പൊട്ടാസ്യം കൂടിയും കുറയൊക്കെ ചെയ്ത് ഹോസ്പിറ്റൽ കേസുള്ള ആളുകളൊന്നും അങ്ങനെ വാങ്ങൂല. കുറച്ച് വിദ്യാഭ്യാസമുള്ള ആളുകളായതുകൊണ്ടും ഇത് മനസ്സിലാക്കിയ ഓരോ പ്രൊഡക്റ്റ് ഉപയോഗിച്ചത് കൊണ്ടും ആയിരിക്കും അത് വാങ്ങി കഴിച്ചത്. ഇപ്പൊ ഇനി അടുത്ത മാസം ഒന്നും കൂടി കൊടുക്കണം. ഇപ്പൊ കവചപ്രാശം സ്റ്റോക്ക് ഔട്ട് പറഞ്ഞപ്പോ ഒരു ചെറിയ ടെൻഷൻ തോന്നി. അപ്പൊ കിട്ടുമെന്ന് പറഞ്ഞു ഹോം ഷോപ്പിൽ നിന്ന്. അപ്പൊ ഞാൻ നല്ലോണം ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ 5-6 ബോട്ടിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ സാമിത്ത എല്ലാ ഉൽപ്പന്നങ്ങളും ഞാൻ ഓരോരോ ഉൽപ്പന്നങ്ങളും ഞാൻ ഉപയോഗിച്ചിട്ട് ആദ്യം ഞാൻ പറഞ്ഞൊന്നും ഉപയോഗിക്കൂല. പക്ഷെ ഓരോന്നും ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയ ശേഷം ഞാൻ ഫീൽഡ് കൊടുക്കുമ്പോൾ എനിക്ക് അത് നല്ല റിസൾട്ടാ. പിന്നെ ക്ലാസ് കേട്ടിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ അവിടത്തെ പ്രൊഡക്റ്റ് എന്തായാലും MC ചെയ്ത സാറിന് അപ്പോ അന്ന് തൊട്ടിട്ട് കവചപ്രാശ് ഞാൻ 3 വർഷയില് ഗൈഡ് അടിച്ച് വന്നിട്ട് കവചപ്രാശ് എല്ലാ സമയത്തും പൊട്ടിച്ച വീട്ടിലുണ്ടാവും. എനിക്ക് 2 പേരക്കുട്ടികളുണ്ട്. ഒരാൾക്ക് 4 വയസ്സ് കഴിഞ്ഞു, ഒരാൾക്ക് 6 വയസ്സ് കഴിഞ്ഞു. അപ്പൊ അവർക്കും ഇവിടെ വരുന്ന സമയത്ത് അവരിങ്ങനെ സ്പൂണിലാക്കി നമ്മളെ മിഠായി ഇമ്പി തിന്നണ മാതിരി ഇങ്ങനെ തിന്നുകൊണ്ട് എടുക്കുക. ചില സമയത്ത് വാശി പിടിക്കും. അപ്പൊ ഞാൻ പറയും നോക്കണ്ട കൊടുത്തേക്ക്. അപ്പോ ബോട്ടിലോട് എടുത്ത് വെച്ചിട്ട് അങ്ങനെയും ചിലര് പറയും മക്കൾക്ക് കഴിക്കാൻ പറ്റുമെന്നുള്ള പേടിയുള്ള ആൾക്കാർ. മക്കൾക്ക് തന്നെ ഈ ഒരു സമയത്ത് എല്ലാരും ചുമയും അതും ഇതുമായിട്ട് കൊണ്ടോടുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ എന്റെ വീട്ടിൽ വിടായാലും ഞങ്ങള് 3 പേരടങ്ങുന്ന വീട് വിടാം. ഞങ്ങളായാലും ഇനി മോളെ വീട്ടിൽ മോളും കുട്ടികളും ആയാലും ഈ ഹോസ്പിറ്റലിലേക്കുള്ള ഒരു ഓട്ടം ഞാൻ ഈ ഒരു ബിസിനസ്സിൽ കടന്നു വന്നാൽ ഒരുപാട് പല്ലിന് എന്തേലും വിഷയം വന്നാൽ പോവാന്നല്ലാതെ ഒരു പനി ചുമ അങ്ങനത്തെ കേസായിട്ട് ഡോക്ടർ പോലെ അതിന് വലിയൊരു അനുഗ്രഹം. പിന്നെ ചാമ്പിത്തലത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇതിൽ വന്ന സമയം എനിക്കിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്താല് പിന്നെ ഫുഡ് കഴിക്കാൻ വൈകിയാല് മൈഗ്രെയിൻ ആണെന്നൊന്നും അന്ന് അങ്ങനെ അറിയില്ലായിരുന്നു. ഞാനായിട്ട് കാണിച്ചിട്ടുമില്ല കേട്ടോ ആ തലവേദനക്ക്. ഏതായാലും വേണ്ടില്ല, ഞാൻ ഫസ്റ്റ് ചെയ്തൊരു കാര്യം ചാമ്പിത്തൈലം പൊട്ടിച്ചിട്ട് അത് തലയിലിട്ടും. തേച്ച് പിടിപ്പിക്കൊന്നുമില്ല. കുളിക്കാൻ പോകുന്ന സമയത്ത് തല തേക്കും, കുളിക്കും. ഏതായാലും അതിനോടനുബന്ധിച്ചിട്ട് ആ ഒരു തലവേദന പിന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് അന്ന് എൻ്റെ അടുത്ത് കിടത്തിയിട്ട് ബെഡിൽ ഒരു പ്ലാസ്റ്റിക് കവർ വിരിച്ച് ഓൾ ഉറങ്ങിയതിന് ശേഷം ഞാൻ നല്ലോണം ഈ തൈലം ചൂടാക്കി ഇട്ട് കൊടുത്തു. അന്നൊരു നമ്മൊരു നോമ്പ് വെൽക്കേണ്ട സമയമായിരുന്നു. അപ്പൊ പുലർച്ചെണീച്ച സമയത്തും ഇവള് കരച്ചിലാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ മോളോട് പറയാം രാവിലെ ആദ്യം പോയിട്ട് എക്സ്റേ എടുത്തോ. രാവിലെ എണീച്ച് നല്ല കളിയാ. അപ്പൊ ഞാൻ ചോദിച്ചു കൈ വേദന ഇല്ലേ? അപ്പൊ കൈ വേദന എന്തിനേയും കരഞ്ഞെന്ന് വെച്ച് പറഞ്ഞു അമ്മമ്മ ചൂടാക്കിയിട്ടാ കരഞ്ഞത് എന്ന് പറഞ്ഞു. കാരണം ചെറിയ ചൂടിലാണല്ലോ നമ്മൾ തൈലം തേച്ച് കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ വല്ലാത്ത റിസൾട്ടാ. പിന്നെ ചാമ്പിത്തൈലം എടുത്ത് കൊടുത്തിട്ട് നല്ല ആശ്വാസം കിട്ടും. അങ്ങനെ ഒരുപാട് റിസൾട്ടിന്റെ ഒരു കൂമ്പാരം തന്നെ പറയാനുണ്ട്. ഏതായാലും അൽഹംദുലില്ലാ ചേച്ചി കിടന്നാലേ റാഹത്താവുള്ളൂ. അത് മണപ്പിച്ചിട്ടാണ് കിടക്കുക. അപ്പൊ നമുക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വന്നു ചേർന്നത്. പ്ലീസ് വെൽക്കം മിനി മാഡം. പിന്നെ സാറേ എനിക്ക് കവചപ്രാശം ചാമ്പിത്തൈലൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ടോ സാറേ? ഓ പറഞ്ഞോളൂ മാഡം, കേൾക്കുന്നുണ്ട്. എനിക്ക് കവചപ്രാശം
ആ കവചപ്രാശം ചാമ്പിത്തൈലൊക്കെ ഒരുപാട് റിസൾട്ട് ഉള്ള കാര്യമാണ്. ഞാൻ ഇന്നലെ ഒരു 72 വയസ്സായ അമ്മയ്ക്ക് ഒരുപാട് കാലമായി ശ്വാസം മുട്ടലും ഈ പിന്നെ എന്താ പറയാ ആസ്മേന്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് നിന്ന് ഇപ്പോ 4 പ്രാവശ്യമായിട്ട് ചാമ്പിത്തൈലം 4 ബോട്ടിൽ വാങ്ങി. ഇന്നലെ വന്ന് ആയുഷ്വാസ് വാങ്ങി, ചാമ്പിത്തൈലം എല്ലാം വാങ്ങി. അമ്മയ്ക്ക് നല്ല റിസൾട്ടാണ്. അമ്മ എന്നോട് പറഞ്ഞു ഇനിയും എനിക്കൊരു 2 ബോട്ടിലും കൂടിയെങ്കിലും എനിക്ക് തരണം എന്നാണ് അമ്മ പറഞ്ഞത്. പിന്നെ എൻ്റെ അനിയത്തിന്റെ മകനാണെങ്കിലും ഈ മൂക്കിൽ ദശ വന്നിട്ട് ഒരു വൈകുന്നേരം ആകുമ്പോൾ ശ്വാസം കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടാവലുണ്ട്. ഇപ്പൊ ഈ കവചപ്രാശം സ്ഥിരമായിട്ട് കഴിക്കുകയും പ്രോംനാസിക് ഉപയോഗിക്കുകയും ആയുഷ്വാസ് കഴിക്കുകയും ഒക്കെ ചെയ്തിട്ട് നല്ല റിസൾട്ടാണ്. പിന്നെ ചാമ്പിത്തൈലം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛന് തന്നെ ഒരുപാട് ഈ വേദനേന്റെ ഗുളികകൾ കഴിച്ചുകൊണ്ടാണ് എൻ്റെ അച്ഛൻ ഈ ജീവിച്ചിരുന്നത് 2024 വരെ. ഇപ്പൊ നമ്മളെ ചാമ്പിത്തൈലം പിന്നെ 95 ഒക്കെ കഴിച്ചിട്ട് ഇത്രയും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഞാൻ ഇപ്പൊ അച്ഛനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവില്ല, ഒന്നും ചെയ്യില്ല. ഒരു ദിവസം 2 or 3 പ്രാവശ്യം ചാമ്പിത്തൈലം തേച്ചു കൊടുക്കണം. ഒരുപാട് അച്ഛനെ വേദനകൾ ഇല്ലാതാക്കാൻ പറ്റി. അതേപോലെ ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് ഈ ചാമ്പിത്തൈലം കൊണ്ട് നോവേദന ജെല്ലും പിന്നെ കവചപ്രാശവും പിന്നെ എനിക്ക് ഏറ്റവും അടുത്ത് പറയാനുള്ള ഒരു റിസൾട്ട് നമ്മുടെ 95 ആണ്. എൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്ത് 9 വർഷമായിട്ട് ഗൾഫിൽ നിന്ന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് നാട്ടിലെത്തിയതാണ്. നാട്ടിലെത്തിയിട്ട് 9 വർഷമായി ഈ കാഴ്ച ഇല്ലാതെ ഇങ്ങനെ ഇരുട്ടിൽ തപ്പുന്നു. നമ്മളെ 95 ഒരു ബോട്ടിൽ കഴിച്ച് കഴിയുമ്പോൾ തന്നെ ഇപ്പം ആദ്യമൊക്കെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മൾ കാണുന്നത് മാതിരി കാണാൻ പറ്റായിരുന്നു. ഇപ്പൊ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ അയാൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് എന്നെ വിളിച്ചെന്നോട് പറയും എനിക്ക് ഇത്ര മണിക്കൂർ കിട്ടി, 3/4 മണിക്കൂർ കിട്ടി, അരമണിക്കൂർ കിട്ടി എന്നിങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ മൈ ലൈഫിൽ വന്ന് പിന്നെ നമ്മളെ ഹരീഷൻ സാറ് ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ മാഡം. ഗുഡ് മോർണിംഗ് ഓൾ. എനിക്ക് പറയാനുള്ള റിസൾട്ട് എൻ്റെ തന്നെ റിസൾട്ടാണ്. നടുവേദന ഡിസ്കോഴ്സിനായിരുന്നു. അത് 30 വർഷത്തിലേറെ പഴക്കമുള്ള പ്രശ്നങ്ങളായിരുന്നു. അതെനിക്ക് ചാമ്പിത്തൈലം, അതുപോലെ നോവേദന ജെല്ല്, നോവേദന ക്യാപ്സൂള്, നാച്ചിയം ക്യാപ്സൂള് 95 ഇതാണ് ഞാൻ 3 മാസം ക്യാപ്സൂളും ചാമ്പിത്തൈലവും ജെല്ലും ഉപയോഗിച്ചു. 4ാമത്തെ മാസം 95 ഉപയോഗിച്ചു. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഒരു തുണി പോലും അലക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അഥവാ ചെയ്താൽ പിറ്റേന്ന് ഞാൻ കിടപ്പാവും. അതേപോലെയായിരുന്നു എനിക്ക് ആ പ്രശ്നങ്ങൾ. അത് നമ്മുടെ ഈ പ്രൊഡക്റ്റോട് കൂടി ഒരുപാട് ചികിത്സകൾ 30 വർഷത്തിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് മാറ്റങ്ങൾ വന്നാലും വീണ്ടും വീണ്ടും അത് വരികയായിരുന്നു. ഈ പ്രൊഡക്റ്റ് കഴിച്ചാൽ പിന്നെ ഇന്നേക്ക് വരെ ഞാൻ ഒരു അലോപ്പതി ഗുളികയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മരുന്നോ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അഥവാ ചെറുതായിട്ടൊരു എന്തെങ്കിലും കൂടുതൽ ജോലി ചെയ്ത് ചെറിയ വേദന വന്ന നമ്മുടെ ചാമ്പിത്തൈലവും നോവേദന ജെല്ലുമാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല റിസൾട്ടാണ് എനിക്ക് അതിൽ കിട്ടിയത്. ഞാൻ ഹോസ്പിറ്റലിലേ പോവലില്ല, ഒരു മരുന്ന് ഒന്നും തന്നെ ഇപ്പോൾ കഴിക്കാറില്ല. അതേപോലെ എനിക്ക് അതിൽ കൂടുതൽ റിസൾട്ട് അതിൽ വന്നത് ആ പ്രൊഡക്റ്റ് കഴിച്ചാൽ പിന്നെ എനിക്ക് പ്രഷറിൻ്റെ പ്രശ്നം അത് എങ്ങനെയാണ് മാറിയെന്ന് എനിക്ക് അറിയില്ല. ഈ ഒരു വർഷമായിട്ട് എനിക്ക് നോർമൽ തന്നെയാണ് കാണിക്കുന്നത്. അഥവാ അതുപോലെ തന്നെ പറയാൻ ചെറിയൊരു തലവേദന വേഗം ചാമ്പിത്തൈലം നിറയിൽ വെക്കും. ഇതാണ് ഞാൻ ചെയ്യാറുള്ളത്. അതേപോലെ റിസൾട്ട് 95 വലിയൊരു റിസൾട്ടാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ, പുറത്തല്ല, കുടുംബത്തിൽ കൊടുത്തതാണ്. 2 നാത്തൂന്മാർ 95 ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് 2 പേരും ക്യാൻസർ പേഷ്യൻ്റ് ആണ്. നല്ല റിസൾട്ടുകളാണ് അവർക്കും. നല്ലതെന്ന് വെച്ചാൽ അവർ ഇപ്പോൾ ചോദിച്ചു വാങ്ങാൻ ഞങ്ങളോട് സമയമാകുമ്പോഴത്തേക്കും അത്രയ്ക്കുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അതേപോലെ ചാമ്പിത്തൈലവും നോവേദന അത് ഡിസ്കിൻ്റെ പ്രശ്നമുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. അതും നല്ല റിസൾട്ടാണ്. ഇവിടെ ജ്യേഷ്ഠൻ്റെ മോക്ക് അവർ നല്ല റിസൾട്ടാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഉളു എടുക്കാൻ പൈപ്പിൻ്റെ ചോട്ടിൽ പോയി നിന്ന് കുനിഞ്ഞിട്ട് ഉളു ചെയ്യാൻ പോലും അവർക്ക് പറ്റില്ലായിരുന്നു. അവർ പുൽപ്പള്ളിയിലാണ്. അവരിപ്പോൾ നല്ല റിസൾട്ടാണ്. അവരിപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കും, മാറ്റമുണ്ട് നല്ല റിസൾട്ടാണെന്ന് പറയുന്നത്. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ റിസൾട്ടുകൾ പുറത്തു കൊടുത്തത്. അതുപോലെ ഒരുപാട് പ്രൊഡക്റ്റ് വീട്ടിൽ തന്നെ ഇമ്മ്യൂണിറ്ററി ഞങ്ങളുടെ ഉമ്മയ്ക്ക് നോമ്പ് നോക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ നോമ്പ് നോക്കണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒന്നും സമ്മതിക്കുന്നില്ല നോമ്പ് നോക്കാണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഈ പ്രൊഡക്റ്റ് കഴിച്ചു നോക്കാമെന്നും പറഞ്ഞ് കഴിഞ്ഞ വർഷവും ഇതിന് മുന്നത്തെ വർഷവും 2 വർഷം ഞങ്ങൾ ഈ വർഷം 2 വർഷം ഞങ്ങൾ ആ ഇമ്മ്യൂണിറ്ററി കൊടുത്ത്
നോമ്പ് 27 നോമ്പ് 3 നോമ്പ് ഞങ്ങൾ ഒഴിവാക്കി. അതുപോലെ എനിക്ക് ലിവാഗൻ ഈ വർഷത്തെ നോമ്പ്, ഈ പ്രാവശ്യത്തെ നോമ്പ് 30 എടുത്ത്. എനിക്ക് കിട്ടില്ലായിരുന്നു 15 നോമ്പ്, അല്ലെങ്കിൽ ഒരു 12 നോമ്പൊക്കെ ഞാൻ വർഷത്തിൽ ബാക്കി ഞാൻ കടം വീട്ടാറായിരുന്നു. അത് ഈ വർഷം ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. പിന്നെ ഞാൻ ഒരു 32 വർഷത്തോളം ദുബായിൽ ജോലി ചെയ്തതായിരുന്നു. ആ ഗൾഫ് ജീവിതം മതിയാക്കി നാട്ടിൽ വന്ന സമയത്താണ് എനിക്ക് അലർജി പ്രശ്നമുണ്ടായത്. അലർജി പ്രശ്നമുണ്ടായപ്പോൾ ദിവസവും വല്ലാത്ത തുമ്മൽ. അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് ഒരു അവിൽ 25 എന്ന ഗുളിക ഡെയിലി കഴിക്കണം. അപ്പോൾ അത് കുടിക്കുമ്പോൾ മാത്രം സമാധാനം ഉണ്ടാവും. അപ്പോൾ അതിന് ശേഷം ഞാൻ അത് ഓട്ടോമാറ്റിക്കലി നിർത്തി. അതിന് ശേഷമാണ് കവചപ്രാശം ഉപയോഗിച്ചത്. കവചപ്രാശം കണ്ടിന്യൂസ് ആയിട്ടും, അതായത് ഇന്ന് വരേക്കും കവചപ്രാശം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ആ ഡോക്ടറെ അടുത്ത് പോയിട്ട് പിന്നെ ഇപ്പം വളരെ കാലമായി ഡോക്ടറെ കാണലുമില്ല, എനിക്ക് തുമ്പൽ വന്നിട്ടുമില്ല, ഒന്നുമില്ല. ജലദോഷമെല്ലാം പാടേ നിർത്തി. പിന്നെ ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കവചപ്രാശവും വെൽഹാട്ടും സ്ഥിരം കഴിക്കാറുള്ളതാണ്. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് വേറൊരു റിസൾട്ട് കൂടെ വന്നിരുന്നു. അവള് ഷുഗർ ഉണ്ടായിരുന്നു അവൾക്ക്. അങ്ങനെ ഡയബാലൈഫ് കുടിച്ചു. ഡയബാലൈഫ് കുടിച്ചപ്പോൾ ഫസ്റ്റ് തന്നെ കുടിക്കുന്നതിന് മുമ്പേ HbA1c ടെസ്റ്റ് ചെയ്തു. 11.2 ആയിരുന്നു. പിന്നീട് അത് 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ടെസ്റ്റ് ചെയ്തു. അപ്പോൾ 10.2 കുറഞ്ഞു. പിന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ 7.2 നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കും നല്ല റിസൾട്ടാണ് നമ്മളുടെ ഈ പ്രോഡക്റ്റിൽ നിന്നും കിട്ടുന്നത്. പിന്നെ ഞാൻ ഇന്നും കുടിച്ചത് ചാമ്പി തൈലം ഉപയോഗിച്ചാണ്. അപ്പം ദിവസവും ചാമ്പി തൈലം ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളുടെ കുളിയും എല്ലാ ഇതും. അതുകൊണ്ട് ഇത്രയും നല്ല അമേസിങ് റിസൾട്ടാണ് നമ്മൾക്കൊക്കെ ഇതിൽ നിന്ന് കിട്ടിയത്. പിന്നെ ഞാൻ വെൽഹാർട്ട്, പിന്നെ 95 ഇതെല്ലാം കഴിക്കാറുണ്ട്. ഇപ്പോൾ ഇത് സ്ഥിരം കഴിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് കവചപ്രാശവും പിന്നെ വെൽഹാർട്ടും. ഇത് അത്രക്കും നല്ല അമേസിങ് റിസൾട്ടാണ് നമ്മളുടെ കുടുംബത്തിലും പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ആൾക്കാർക്കും കിട്ടിയ റിസൾട്ട്. ജുമൈലത്ത് മാഡം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഫൈവ് എന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. എനിക്ക് ചെറുപ്പം മുതലുള്ള ഒരു തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. 95 ഉപയോഗിച്ചതോടുകൂടി തൈറോയിഡ് എന്ന പ്രശ്നം മാറി. ഇപ്പോൾ ഒരു 5 വർഷമായി അത് കുടിച്ചിട്ട് ഇതുവരെ എനിക്ക് തൈറോയിഡിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് ശ്വാസമുട്ടുണ്ടായിരുന്നു, ചെറുപ്പത്തിലെ തൊട്ടുള്ള ശ്വാസമുട്ട്. അതിന് ഞാൻ കണ്ടിന്യൂ ആയിട്ട് കവചപ്രാശം ആയുശ്വാസം അതൊരു 3 മാസം കുടിച്ചു. ഏതായാലും ഇപ്പോൾ 1 വർഷത്തോളമായി ശ്വാസമുട്ടിൽ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഭയങ്കര റിസൾട്ടാണ്. ഭയങ്കര തുമ്മലും ചെവി ചൊറിച്ചിൽ, കണ്ണ് ചൊറിച്ചിൽ, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ് രാവിലെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ അൽഹംദുലില്ലാ ഒരു പ്രശ്നമില്ല, അതെല്ലാം തീർത്തു മാറിയിട്ടുണ്ട്. സ്ഥിരം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന ഒരാളായിരുന്നു. അപ്പം അവർക്ക് ഓപ്പറേഷൻ വേണം, 9 ലക്ഷം രൂപ കെട്ടി വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്നൊരു പറഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ആദ്യം തൊട്ടേ പറഞ്ഞിട്ടൊന്നും അവരത്ര കൈക്കൊണ്ടില്ല. ഏതായാലും ഇപ്പോൾ 2 മാസത്തിന് മുമ്പ് ഇതുപോലെ പറഞ്ഞ് കവചപ്രാശം എന്ന പ്രൊഡക്റ്റ് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് നിരന്തരമായിട്ടുള്ള പനി, ഒരു മാസത്തിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പനിയായിട്ട്. അത് 2-3 ദിവസം അഡ്മിറ്റ് ആക്കി ഇഞ്ചക്ട് ഒക്കെ ചെയ്തിട്ടാണ് പിന്നെ തിരിച്ചു വരുന്നത്. ആ സ്ഥാനത്ത് ഇപ്പോൾ ആ പനി തീർത്തും മാറി. അപ്പോൾ അവർക്ക് ശ്വാസമുട്ടിന്റെ പ്രശ്നം, അതോടുകൂടി ഇപ്പോൾ ഞാൻ ആയുശ്വാസം കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഏതായാലും ഇപ്പോൾ നല്ല സമാധാനമുണ്ട്. ജലദോഷമോ പനിയൊന്നുമില്ല, മുടങ്ങാതെ സ്കൂളിൽ പോകാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് റിസൾട്ട്, ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ അനിയത്തിയുടെ ഭർത്താവിന് ഇയർ ബാലൻസിന്റെ പ്രശ്നമായിട്ട് 95 പൈട്രസ്, ചാമ്പി തൈലം, വെൽഹാർട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല റിസൾട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് നല്ല നല്ല റിസൾട്ടുകളാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊണ്ട് കിട്ടാനുള്ളത്. ഏതായാലും ഇത് നമ്മൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ കോൺഫിഡൻസോടുകൂടി പറഞ്ഞു കൊടുത്താൽ നമ്മൾ ഇങ്ങനെ കഷ്ടങ്ങൾ അനുഭവിക്കുന്നവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അതുപോലെ ക്യാൻസർ പേഷ്യൻറ്റിനൊക്കെ നല്ല റിസൾട്ട് 95 കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഇത് എല്ലാവരും മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ച റിസൾട്ട് കിട്ടിയാൽ മാത്രമേ. ജയന്തി മാഡം ഇത് തുമ്മലൊക്കെ ഉള്ളതാണ്. കവചപ്രാശം വാങ്ങിച്ചു കഴിച്ചപ്പോ അത് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഒരുപാട് റിസൾട്ടുകളുണ്ട്. കവചപ്രാശം കഴിച്ചിട്ട് കാലുവേദന, കുതിവേദനയൊക്കെ ഉള്ളതിന്റെയൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ നല്ല മാറി എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്താണ് വെറുതെ പനി വരും, മഴ പെയ്യാത്ത മുന്നും ഇവിടെ ജലദോഷവും പനിയും എല്ലാം വരും. അപ്പൊ അതിന് നല്ല വ്യത്യാസമുണ്ട്. ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ട് നല്ലൊരു റിസൾട്ട് തന്നെയാണ്. ഒരുപാട് റിസൾട്ടുകൾ ഉണ്ട് ഇത്.
അത്രയും സാർ, താങ്ക് യു. അതുപോലെ തന്നെ ഹരികൃഷ്ണൻ സാറിന്റെ ക്ലാസ് വളരെ നല്ലൊരു ഉപകാരമാണ്. എപ്പോ വരുമ്പോഴും നല്ലൊരു സുപ്രഭാതം നേരെയാണ്. ഇന്ന് നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത് കവചപ്രാശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ റിസൾട്ട് എൻ്റെ അച്ഛന് കിട്ടിയ റിസൾട്ടാണ്. അച്ഛന് ഈ പറഞ്ഞതുപോലെ കൊറോണ, ന്യൂമോണിയ പറഞ്ഞ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്വാസം മുട്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. കുറച്ച് നടക്കുമ്പോഴേക്കും പെട്ടെന്ന് കിതപ്പ്, ശ്വാസം മുട്ട് പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അങ്ങനെ ഞാൻ നമ്മുടെ കവചപ്രാശം എന്ന് പറയുന്ന ആ പ്രൊഡക്റ്റ് കൊടുത്തതിന് ശേഷം ഇപ്പൊ അച്ഛന് ശ്വാസം മുട്ട്, കിതപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. അതെനിക്ക് കവചപ്രാശത്തിലൂടെ എൻ്റെ അച്ഛന് കിട്ടിയ നല്ലൊരു റിസൾട്ടാണ്. അതോടൊപ്പം തന്നെ ചാമ്പിത്തൈലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നേരത്തെ ഒരു മേഡം പറഞ്ഞതുപോലെ തന്നെ എനിക്കും മൈഗ്രെയിൻ്റെ ഒരു പ്രശ്നമുള്ള ആളാണ് ഞാനും ഈ ഒന്നരാടം ദിവസങ്ങൾ വെച്ചിട്ട് ചാമ്പിത്തൈലം തലയിൽ തേച്ചിട്ട് സമയം കിട്ടിയാൽ ഒരു അരമണിക്കൂർ പിടിപ്പിച്ചിട്ടാണ് കുളിക്കാറുള്ളത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുളിക്കും. അപ്പൊ ഈ ചാമ്പിത്തൈലം യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മൈഗ്രെയിൻ്റെ തലവേദനയ്ക്ക് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ട്. അതോടൊപ്പം തന്നെ ഫീൽഡിൽ 2 ആളുകൾക്ക് ചാമ്പിത്തൈലം കൊടുത്തതിന് ശേഷം അവർക്ക് ചാമ്പിത്തൈലവും നോവേദന ജെല്ലും കുറെ കാലങ്ങളായിട്ടുണ്ടായിരുന്ന ഊരവേദന പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ചാമ്പിത്തൈലം ഉപയോഗിച്ചതിന് ശേഷം കിട്ടിയിട്ടുണ്ട്. ചാമ്പിത്തൈലവും നോവേദന ജെല്ലും ഉപയോഗിച്ചതിന് ശേഷം കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്നെ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന എനിക്ക് അത്രയും ജീവൻ തരുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 95 എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പം ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റൂല. കാരണം ആരോഗ്യം വളരെ മോശമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് 95 എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് എന്നെ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. എനിക്ക് ഊർജവും ശക്തിയും പകർന്നു തന്ന ഒരു പ്രൊഡക്റ്റ്. BP ലോ ആയി പോകുന്ന പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ 95ലൂടെ കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് ഹീമോഗ്ലോബിൻ ശരീരത്തിൽ കുറവുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ തലകറക്കവും ക്ഷീണമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരാൾ കൂടിയായിരുന്നു. അതിന് നമ്മളെ ഫീലിംഗ് ലിക്വിഡ് സിറപ്പ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ശേഷം ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നതിനെ ഫീലിംഗ് ഉപയോഗിച്ചിട്ടാണ്. അത് ഉപയോഗിച്ചതിന് ശേഷം നല്ല രീതിയിലുള്ള മാറ്റമുണ്ട്. അതുപോലെ 95 എന്ന് പറയുന്ന പ്രൊഡക്റ്റും ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിലൂടെ നല്ല റിസൾട്ട് ഇട്ടിട്ടുണ്ട്. എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല, സമയം ഒരുപാടായിട്ടുണ്ട്. ഷെരീഫ് സാർ, പ്ലീസ് വെൽക്കം. ഷെരീഫ് സാർ, ഗുഡ് മോർണിംഗ് സാർ. ഓക്കെ, വളരെ സന്തോഷമുണ്ടെന്ന്. കാരണം പിന്നെ അനീഷ് സാറും ഹരികൃഷ്ണൻ സാർ മാസ്റ്റർ ഓഫ് ട്രെയിനർ ആണ്, നമുക്ക് ഒരുപാട് അറിവുകൾ നൽകുന്നതാണ്. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ എൻ്റെ ടീമിലുള്ള ആളാണ് അനീഷ് സാർ. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് റിസൾട്ടുകൾ പറയാനുണ്ട്. ഞാൻ ജസ്റ്റ് ചുരുക്കി പറയാണ്, കാരണം ടൈം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരുന്നു. ഞാൻ ബാലുശ്ശേരി TVSന്റെ ഷോറൂം നടത്തുന്ന ഒരാൾ കൂടിയാണ്. എൻ്റെ ഷോറൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഏകദേശം ഒരു 5 വർഷം മുമ്പാണ് പിന്നെ ഒരു ലേഡി സ്റ്റാഫ് ഫിനാൻസിന്റെ ചുമച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്. അപ്പം അങ്ങനെ പറഞ്ഞു, ഡോക്ടറെ കാണിച്ചിട്ട് കോഴിക്കോട് പ്രമുഖമായൊരു സ്വകാര്യ ആശുപത്രി കാണിച്ചതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, യൂസ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അവർ ജസ്റ്റ് ഒരു മാസം യൂസ് ചെയ്തിട്ടുള്ളപ്പോഴേക്കും അവർക്ക് മാറ്റം വന്നു. 3 ബോട്ടിൽ യൂസ് ചെയ്തതിന് ശേഷം അവർക്ക് ആ പ്രശ്നം വന്നിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ സർവീസ് മാനേജർ ആയിരുന്ന ഒരാളുണ്ടായിരുന്നു. ഇതേപോലെ ഒരു ദിവസം ലീവായപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അതിൽ ലീവായെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ കോഴിക്കോട് ഡോക്ടറെ കാണിക്കാൻ പോയതാ. വിഷയം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ അലർജി പ്രശ്നമാണ്. അങ്ങനെ ഞാൻ കവചപ്രാശം കൊടുത്തു. പിറ്റേന്ന് കവചപ്രാശമായിട്ട് വന്നു. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു എത്രയാണ്? ഇതിന് 950,000 രൂപയാണ് റേറ്റ് എന്ന് പറഞ്ഞു. ഇപ്പം വേണ്ട, കാശില്ലാന്ന്. ഞാൻ പറഞ്ഞു നീ നാളെ ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോകുന്നൊന്നുമില്ലല്ലോ, നീ പ്രൊഡക്റ്റ് കഴിയും. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുരേന്ദ്രൻ സാർ അവിടെ ഉണ്ടായിരുന്നു. സുരേന്ദ്രൻ സാർ എന്താ നിങ്ങളുടെ പ്രശ്നം? ഇങ്ങനെ അലർജിയാണോ? അലർജി ആണെങ്കിൽ ഒട്ടും വയ്ക്കാൻ പറ്റില്ല, കൂടുതൽ ഇഷ്യൂസ് ആകും അത്. അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ ഒരു സ്പൂൺ എടുത്ത് കഴുകി ഇപ്പം തന്നെ കഴിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എന്താ പറയുക ഒന്നുകൂടി ഒന്ന് ഭയപ്പെടുത്തി സത്യത്തിൽ. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിച്ചു. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോഴൊരു സാറ്റർഡേ ഈവനിങ് സർവീസ് സെന്റർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിൽക്കുന്നുണ്ട്, ഇദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു സാർ തന്ന പ്രൊഡക്റ്റ് സൂപ്പറാണ്. ഞാൻ എന്താണെന്ന് ചോദിച്ചു കാര്യം. അതില്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിൽക്കത്തില്ല എന്ന് പറഞ്ഞു. കാരണം അത്രയും ഈ ഡസ്റ്റ് അലർജി. പിന്നെ അതേപോലെ 95 ഒരുപാട് റിസൾട്ടുകൾ. പേസ്റ്റ് ഞാൻ ഒരിക്കലും ബാംഗ്ലൂർ പോയപ്പോഴും എൻ്റെ റൂമിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഞാനിങ്ങനെ പ്രൊഡക്റ്റ് ഒക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വളരെ ഒരുപാട് ആർഗ്യുമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇദ്ദേഹം മിണ്ടുന്നില്ല. ഞാൻ എന്ത് പറ്റി? ഒന്നുമില്ല, പല്ലുവേദന ആവുന്നതാണ്. കുഴപ്പമില്ല, എൻ്റെ അടുത്ത് പ്രൊഡക്റ്റ് ഉണ്ടെന്നാണ്. ഞാൻ പേസ്റ്റ് എടുത്ത് കുറച്ച് തൊട്ടവിടെ വെച്ചോന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് ഞാൻ ചോദിച്ചു എങ്ങനെ റിലീഫ് ഉണ്ടെന്നാണ്. ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു. അന്നേരം തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. 95ന്റെ അങ്ങനെ തന്നെ ഒരുപാട് റിസൾട്ട് പറയാനുണ്ട്. പക്ഷേ നേരത്തെ ഒരു വടകര സാറ് പറഞ്ഞു നമ്മുടെ ഷുഗറിന്റെ HbA1c. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന് HbA1c 11.5 ആയിരുന്നു, 11.5. 4 മാസം കണ്ടിന്യൂ ആയിട്ട് ഞാൻ കടം വരെ കൊടുത്തിട്ട് കഴിപ്പിച്ചു. അതിന് ശേഷം HbA1c ടെസ്റ്റ് 8.5. പിന്നെ അദ്ദേഹം നിർത്തിക്കളഞ്ഞു. ഇപ്പം വീണ്ടും വേണമെന്ന് പറയുന്നുണ്ട്.
അപ്പോൾ അതേപോലെ ഒരുപാട് പ്രൊഡക്റ്റുകൾ അമേസിങ് റിസൾട്ടാണ് ഞാൻ കഴിഞ്ഞ 7 വർഷത്തോളമായിട്ട് ഇതിൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നില്ലെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യും, അത്യാവശ്യം ആളുകൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇനിയും റിസൾട്ട് പറയാണ്ട് സമയം അതേക്കുറിച്ചുകൊണ്ട് പിന്നെ ഒരിക്കൽ ആക്കാന്ന് പറയുന്നു. ഓക്കെ, താങ്ക് യു. കടന്നൽ കുത്തിയിട്ട് ഞാൻ ആദ്യം പച്ചമഞ്ഞൾ തേച്ച് കംപ്ലീറ്റ് ആയിക്കോട്ടെ. ഓക്കെ, റൈറ്റ്. എനിക്ക് അലർജി പ്രശ്നം കൊണ്ട് ഏകദേശം 12 മാസത്തോളം ഹോസ്പിറ്റലിൽ പോകേണ്ട പ്രശ്നമുണ്ട്. സാറിനോട് ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെ ജീവിതം തന്നെ മടുത്തൊരു അവസ്ഥയായിരുന്നു. അപ്പൊ സാറിനോട് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാർ ഇതിനെ പോകുമ്പോൾ ഇപ്പൊ സാറിനോട് പറഞ്ഞ ഇങ്ങനെ പ്രോഡക്റ്റ് ഉണ്ട്, ഇങ്ങനെ കഴിച്ചോക്ക്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റൽ കേസും കഫത്തിന്റെ പ്രശ്നമാണ് അതിനായിട്ട് വരിക. പിന്നെ ശ്വാസം മുട്ടൽ പല പല പരിപാടികൾക്ക്, അതുപോലെ നമ്മുടെ വലിയ വലിയ കമ്പനിയുടെ പല പല മീറ്റിങ്ങുകളും വലിയ വലിയ പരിപാടികളും ഒഴിവാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ശ്വാസം മുട്ടലിന്റെ പ്രശ്നം കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ വെൽഹാർട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അത് നല്ല റിസൾട്ടാണ്. കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എള്ളൊന്നും പറഞ്ഞു വെൽഹാർട്ട് എന്ന് വെച്ചാൽ വെൽഹാർട്ട് സാറ് പറഞ്ഞാൽ അത് കഴിച്ചോ എന്ന് പറഞ്ഞു സാറ്. അപ്പൊ കഴിച്ചപ്പോൾ ഞാൻ സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലാണ് ഇത് ട്രീറ്റ്മെന്റ് ചെയ്തത്. ഞാൻ ചുരുക്കി പറയാം. എന്നിട്ട് പിന്നെ അതിന്റെ പിന്നെ ഫോളോ അപ്പ് ചെയ്തത് സ്റ്റാർ ഹെൽത്ത് ഹോസ്പിറ്റൽ ഒരു പിന്നെ ആശിഷ് കുമാർ എന്ന ഡോക്ടറാണ്. മൂപ്പർ മൈട്രലാണ്. പിന്നെ ആദ്യം പിന്നെ പോയിട്ട് ശേഷം 3ാമതാണ് സ്റ്റാർ ഹെൽത്ത് ഹോസ്പിറ്റൽ പോയത്. അപ്പൊ അവിടുന്ന് ഇത് ചെയ്ത് കഴിച്ചപ്പോൾ ഇപ്പൊ 3 മാസം കൂടുമ്പോൾ ഇങ്ങനെ TMTയും പിന്നെ എക്കോറും പല ടെസ്റ്റും ചെയ്ത് എനിക്കെന്നെ വല്ല പൈസ 10,000 രൂപ ഏകദേശം ചിലവ് വരും. 3 ടെസ്റ്റ് പിന്നെ എക്കോ മറ്റേ ചെയ്ത് ഇഷ്യൂ എടുത്ത് ഇത് കഴിച്ചുകൊണ്ട് ഇപ്പോൾ നല്ല മാറ്റം വന്ന് സാറോട് നീട്ടി കൊണ്ടുപോയി. ഇപ്പൊ ചെല്ലുമ്പോൾ ഇങ്ങനെ ചെയ്യണം. ഞാൻ പറഞ്ഞ ഒരു 9 മാസത്തോട് നീട്ടിക്കൊണ്ടപ്പോൾ സാർ ഒരു ദിവസം തന്നെ പിടിച്ച് എന്നോട് പറഞ്ഞു ഇതെന്താണെന്ന് ഇത് ചെയ്യാണ്ട് രക്ഷയില്ല. ഞാൻ കോടിനോട് സംസാരിച്ചു. എൻ്റെ കൈ പൈസ ഒന്നുമില്ല. അരിയേട്ടൻ ഓർമ്മ ഉണ്ടോ? അരിയേട്ടനാണെന്ന് വിളിച്ച് സ്കൂളിൽ തന്നെ കേട്ട് ഞാൻ പിടിയാളെ ഞാൻ ചെയ്യാൻ പറഞ്ഞേക്ക് എന്നോട് ഈ കാര്യത്തോട് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. അപ്പൊ ചെയ്ത് ടെസ്റ്റ് റൂമിൽ കയറി എക്കോ റൂമിൽ കയറി ചെയ്ത് അപ്പൊ അവർക്കൊരു സംശയം മാറുന്നില്ല. എന്നോട് പറഞ്ഞു നിങ്ങൾക്കിപ്പോ ഹാർട്ടിന് പിന്നെ കിതപ്പോ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ, പിന്നെ ഓക്സിജൻ കുറയുന്ന പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇപ്പൊ പ്രശ്നം കുറവുണ്ട്. പിന്നെ അപ്പൊ കുറെ നേരം ചെയ്ത് ഇങ്ങനെ എല്ലാ ഭാഗത്തും ചെയ്ത് നോക്കി എക്കോഗ്രാം വീണ്ടും പുറത്തിറക്കിയിട്ട് വീണ്ടും തന്നെ വിളിച്ച് സാർ നിങ്ങൾ ഒന്നും കൂടി വരണം, ഒരു ചെറിയൊരു ഭാഗം കൂടി ചെയ്യണം. വാൾവിന്റെ ഭാഗത്തൊന്നും ക്ലിയർ ചെയ്ത് ഈ ഹാർട്ടിന്റെ മസിൽസ് ഭാഗത്തും ക്ലിയർ ചെയ്തപ്പോഴേ പിന്നെ കുഴപ്പമൊന്നും നിങ്ങൾ പോയി പുറത്ത് പോയിക്കോ, ഞാൻ റിസൾട്ടായി വിളിക്കാന്ന് പറഞ്ഞു. റിസൾട്ട് എപ്പോൾ സാറ് വേഗം വന്ന് സാർ അപ്പുറത്തെ റൂമിലേക്ക് വന്ന് പിന്നെ കോർഡിനേറ്റർ പറഞ്ഞ് നിങ്ങൾ രജിസ്ട്രേഷൻ പിടിക്കുന്നുണ്ട്. അവിടെ മൂപ്പർ തിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇത് നല്ല ബെറ്റർ ആയിട്ടുണ്ടല്ലോ. ഇവിടെ വന്ന ആൾക്കാരൊക്കെ ഒരുപാട് രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും സാറിന്റെ ഇപ്പൊ നല്ല ബെറ്റർ ആയിട്ടുണ്ട്. മസിൽസും ഹാർട്ടിന്റെ ഹൃദയമൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഹാർട്ടൊക്കെ നല്ല പഴയ പോലെ തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ സാർ ചോദിച്ചാൽ എന്താ കഴിച്ചത്? ഞാൻ ഒന്നും പേടിച്ചിട്ട് പറഞ്ഞില്ല, ധൈര്യത്തോട് പറഞ്ഞു. ഞാൻ പറഞ്ഞിങ്ങനെ വെൽഹാർട്ടാ കഴിച്ചേ. അപ്പൊ മൂപ്പർക്ക് ചിരിച്ചോടെ എന്നോട് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, 20 കഴിച്ചു, അരമണിക്കൂർക്ക് ആയപ്പെട്ട് കഴിച്ചാൽ മതി, ഞങ്ങൾ റെഡി ആയിക്കോളൂ പറഞ്ഞു. മൂപ്പർ പുറത്തൊക്കെ തട്ടി കയ്യിൽ ചെയ്യിക്കണം തന്ന് പിന്നെ തിരിച്ചു വിട്ട്. എന്താ കവചപ്രാശം എന്ന പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. ഞാൻ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 11 ബോട്ടിലോളം നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റി കവചപ്രാശം. കാരണം അതിന്റെ റിസൾട്ട് വലുതാണ്. എല്ലാവരും പറയുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് എടുത്തു പറയുന്നത് 95 കവചപ്രാശം തന്നെയാണ്. കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് ഞാൻ ഹോസ്പിറ്റൽ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 6 വർഷമായിട്ട് എനിക്ക് അലർജിയുടെ ശ്വാസമുട്ടല്, തുമ്മല് എന്നുള്ള ഒരു വലിയൊരു അസുഖങ്ങള് നമുക്ക് വളരെ വിഷമത്തിലാക്കുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് ആ സമയത്ത് ഞാൻ ഈ പിന്നെ നെനീറ ഡെർഫിലിൻ എന്നുള്ള മെഡിസിൻ കഴിച്ച് നമുക്ക് അത് കഴിച്ചാലും നേരം വെളിച്ചാകുമ്പോൾ നമുക്ക് എണീക്കാൻ കഴിയില്ല. രാവിലെ ഒരു 10 മണിയൊക്കെ ആവും നമ്മുടെ തലയത്തെ ആ കെട്ടൊന്ന് പോവാനായിട്ട്. അത്രയ്ക്കും ഒരു പിന്നെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസുഖങ്ങൾ തൽക്കാലമായിട്ട് കുറയും, പക്ഷെ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും മെഡിസിൻ കഴിച്ചാൽ. എങ്കിലും നമുക്ക് കഴിക്കല്ലാതെ നിവൃത്തിയില്ല. ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന മെഡിസിൻ നമ്മൾ കഴിക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ എത്തുന്നതും കവചപ്രാശം എന്ന പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ എത്തുന്നതും. ആ കവചപ്രാശം കഴിച്ചിട്ട് 95 കഴിച്ചിട്ട് നമുക്ക് ഇപ്പൊ ഒരു 9 മാസമായിട്ട് പിന്നെ എനിക്ക് ആ അസുഖം തന്നെ ഇതുവരെ വന്നിട്ടില്ല. മൂക്കൊലിപ്പോ അല്ലെങ്കിൽ ഒരു ജലദോഷം, ശ്വാസം മുട്ടല്, ഇതൊന്നും എനിക്ക് ഇന്നേ വരെ വന്നിട്ടില്ല. നല്ലൊരു റിസൾട്ടാണ് കവചപ്രാശത്തിന് ഉള്ള റിസൾട്ട്. എനിക്ക് 8-9ഓളം കവചപ്രാശം എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റി. നല്ല റിസൾട്ട്. നമസ്കാരം. ഇന്ന് എനിക്ക് കൈകാര്യം ചെയ്ത അനുസാരെ പിന്നെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ ഈ ചുണ്ടിന്
ഇങ്ങനെ ഒരു പൊട്ടലുണ്ടായിരുന്നു. പൊട്ടലല്ല, വട്ടത്തിലായിട്ട്. അപ്പോൾ അത് ENT കൊണ്ടുപോയി കാണിച്ചു, ഡെന്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അതൊന്നും ഒരുപാട് കാലം ആയിട്ട് പല ഡോക്ടേഴ്സിനെയും കാണിച്ചു. എന്നിട്ട് കുറവില്ലാത്ത ഇതിൽ കൂടി നമുക്ക് മാറി കിട്ടി. എന്ന് വെച്ചാൽ കവചപ്രാശാണ് കൊടുത്തത്. അത് 2 ബോട്ടിൽ കൊടുത്തപ്പോൾ തന്നെ ആ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് വലിയൊരു റിസൾട്ട് തന്നെയാണ് എനിക്ക്. കാരണം നമുക്ക് പേടിയായിരുന്നു. കാരണം ചുണ്ടയിൽ ഇങ്ങനെ മുറിവ് വന്നപ്പോൾ ഭയങ്കര ഒരു പേടി തന്നെയായിരുന്നു. ആ ഒരു പ്രശ്നം മാറി കിട്ടി. അതുപോലെ എൻ്റെ ചെറിയ മോന് പല്ലുവേദനയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല്ലുവേദന വരികയായിരുന്നു. ഈ പേസ്റ്റിലൂടെ അത് മാറി കിട്ടി. പിന്നെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാൽമുട്ട് വേദന, ഷോൾഡർ വേദന, മൈഗ്രെയിന്, പിന്നെ തരിപ്പ്, ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ നല്ലൊരു റിസൾട്ട് തന്നെയാണ്. സമയത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, എല്ലാവർക്കും വലിയൊരു വിജയം ഉണ്ടാകട്ടെ. ഓക്കെ മാഡം പറഞ്ഞോളൂ. ഓക്കെ താങ്ക് യു സാർ. തരുന്ന അനുഭവം വെച്ചാല് എനിക്ക് ഒരുപാട് 2-3-4 വർഷമായി പുറം വേദന ആയിട്ട്. ഇതിലുള്ള ചാമ്പി തൈലം സ്ഥിരമായി യൂസ് ചെയ്യുന്നുണ്ട്. രാവിലെ എണീറ്റാലൊക്കെ ഭയങ്കര വേദനയാണ്. 2-3 ബോട്ടിലാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരുപാട് മാഷാ അല്ലാഹ് നല്ല മാറ്റമുണ്ട്. പിന്നെ മോന് കവചപ്രാശം കൊടുക്കുന്നുണ്ട്. മോന് ഈ തണുപ്പ് കാലമായാലും തൊണ്ടവേദന വരാറുണ്ട്. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാലാണ് എല്ലാ മാസവും. ഒരു മാസത്തില് ഒരു പ്രാവശ്യമെങ്കിലും തൊണ്ടവേദന ആയിട്ട് നല്ല ഒരാഴ്ച ഒക്കെ പനിച്ച് കിടക്കും. ഇപ്പൊ 2ാമത്തെ ബോട്ടിലാണ് കവചപ്രാശം കൊടുക്കുന്നത്. നല്ല റിസൾട്ടാണ്. പിന്നെ മൈഗ്രെയിന് വേണ്ടിയിട്ട് ഞാൻ ചാമ്പി തൈലും ഫൈട്രസ് ഒക്കെ കഴിക്കുന്നുണ്ട്. നല്ല റിസൾട്ട് ഉണ്ട്. ഓക്കെ താങ്ക് യു. അടുത്തതായിട്ട് സൽമ മാഡം. കവചപ്രാശം അതുപോലെ തന്നെ 2 ദിവസം എൻ്റെ കൈക്കൊരു വേദന, വല്ലാത്തൊരു വേദന, കൈക്ക് അനക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഞാൻ ഇന്ന് നോവേദന യൂസ് ചെയ്തു. ഇന്ന് വളരെ സമാധാനമുണ്ട്. അതുപോലെ തന്നെ പേസ്റ്റ് ഞാൻ ഉപയോഗിക്കലുണ്ട്. ഞാൻ ബ്രഷ് പല്ല് കടിച്ചു പോയിട്ട് അവിടെ പൊട്ടി വല്ലാത്ത ചോര വന്ന് ചലം വന്ന്, ഞാൻ ബ്രഷ് ഇട്ട് ഈ മരുന്നിട്ട് പേസ്റ്റ് ഇട്ട് തേച്ചപ്പോൾ അവിടെ ചലം വന്ന്. എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ആ പേസ്റ്റ് എടുത്തിട്ട് സ്വല്പം ഞാൻ അവിടുന്ന് ഉപയോഗിച്ച്, പക്ഷേ പെട്ടെന്ന് അത് പിറ്റേന്ന് രാവിലെ അത് ഉണങ്ങി. യാതൊരു പ്രശ്നവുമില്ല. ടൈം കുറവാണ്. മാഡം പറഞ്ഞോളൂ. MC ചെയ്ത സാറിന് ഒരുപാട് അഭിനന്ദനങ്ങള്. പിന്നെ ഞാൻ എൻ്റെ മോൾക്ക് കവചപ്രാശം കൊടുത്തിരുന്നു. ഞാനിപ്പോ ഇതിൽ പുതിയതായിട്ട് വന്നതാണ്. അപ്പൊ ആ സമയത്ത് ഞാന് ഈ മഴ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെ കഫ്നീലും കവചപ്രാശം ഞാൻ കൊടുത്തു. മോൾക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു തണുപ്പ് വരുമ്പോഴത്തേനും അസുഖം വരുന്ന ഒരു മോളായിരുന്നു. ആ മോൾക്ക് ഞാൻ മഴ തുടങ്ങുന്നതിന്റെ ആ സമയത്ത് തന്നെ സാറിനോട് പറഞ്ഞിട്ട് കഫ്നീലും കവചപ്രാശം ഞാൻ കൊടുത്തു. മാഷാ അല്ലാഹ് 3ാമത്തെ ബോട്ടില് കഫ്നീല് അവള് മുഴുവനാക്കിയിട്ടില്ല. 2 ബോട്ടിൽ കഴിച്ചു, കവചപ്രാശം കഴിച്ചു. ഡോക്ടർ അടുത്തേക്കും പോയിട്ടില്ല. സൈക്കിളുമ്മേ മഴ കൊണ്ടിട്ട് സ്കൂളിലേക്ക് പോയിട്ട് പോലും ഒരു പ്രശ്നം എൻ്റെ മോൾക്കില്ല. എനിക്ക് ഭയങ്കര അതിശയാണ് അതില്. എനിക്ക് എല്ലാരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് എൻ്റെ മോളുടെ അനുഭവമാണ്. അതുപോലെ തന്നെ ഞാൻ പേസ്റ്റ് ഉപയോഗിച്ചിരുന്നു. വായിൽ എപ്പോഴും ഒരു പൊള ഉണ്ടായിരുന്നു എനിക്ക്. അത് ഈ പേസ്റ്റ് ഉപയോഗിച്ചതിന്റെ ശേഷം മാഷാ അല്ലാഹ് ഇന്നേ വരെ 2 പ്രാവശ്യം വന്നു. അത് ഇപ്പൊ ഒട്ടും അതില്ല. നല്ലൊരു വ്യത്യാസം എനിക്ക് അതിൽ നിന്ന് വന്നിട്ടുണ്ട്. മുഴുവനായിട്ട് പറഞ്ഞാലും തീരൂല. അത്രയും റിസൾട്ടുകളാണ് നമുക്ക് ദിനം പ്രതി നമ്മുടെ പ്രൊഡക്റ്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അനീഷാണ്. ലീഡേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്കിന്ന് എത്രയും പെട്ടെന്ന് കൺക്ലൂഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അമീസ് സാറെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം അമീസ് സാർ. RTC ലീഡർ ആയിട്ടുള്ള അമീസ് സാറെ ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം അമീസ് സാർ. അമീസ് സാറേ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? താങ്ക് യു സാർ. താങ്ക് യു.
അൽഹംദുലില്ലാ അനീസ് അൽഹംദുലില്ലാ സാറേ സാറാണ് ക്ലോസ് ചെയ്യട്ടോ, ക്ലോസ് ചെയ്യണേ. ആ സാറേ ഓക്കെ. ഓക്കെ.